ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി റെസിപ്പി നോക്കാം. ഒരുപാട് ഫ്ലേവേഴ്സും മസാലകളൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. 2 ടേബിൾ സ്പൂൺ തൈര്, അത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് ആ തവയിൽ ഒഴിച്ചിട്ട് അതിലോട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഞാൻ ഇടുന്നത്. അതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. മസാലയുടെ കാര്യം പറഞ്ഞത്, ചിലർക്ക് നല്ല മണവും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്ന ലാസ്റ്റ് നമ്മൾ ചോറ് ദം ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ ടോപ്പിൽ ഒഴിച്ചാൽ മതി. ഞാനങ്ങനെ പൈനാപ്പിൾ എസൻസോ അങ്ങനെ ഓവർ മസാലയോ ഒന്നും ചേർത്തിട്ടില്ല. ഇവിടെ മസാല ഇച്ചിരി കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിക്കൻ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ആ ഓയിലിൽ തന്നെ ഉപ്പ് കാണും ചിലപ്പോൾ, അതുകൊണ്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ നോക്കി വേണം ഉപ്പിടാൻ. 5 സവാള എടുത്തെങ്കിൽ അതിൽ 4 സവാള ചോപ്പ് ചെയ്ത് വഴറ്റാനിടുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. അതിലേക്ക് 2 തക്കാളി, സവാള വഴന്ന് കഴിയുമ്പോൾ 2 തക്കാളിക്ക് അത് അരിഞ്ഞത് ചേർക്കുക. അത് നന്നായിട്ട് വഴരണം. വഴന്ന് കഴിയുമ്പം 4 സവാളയെ ഞാൻ വഴറ്റാൻ എടുത്തിട്ടുള്ളൂ. 1 സവാള മാറ്റി വെച്ചതിൽ അരമുറി എടുത്ത് വറുത്തത് അതിലേക്ക് നെയ്ക്കകത്താണ് വറുത്തതിലേക്ക് ചേർക്കുക. നാരങ്ങ ഞാൻ അരമുറി നാരങ്ങ അതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വേണ്ടവർ മാത്രം നാരങ്ങ ചേർത്താൽ മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ആദ്യത്തെ ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 പിടി മല്ലിയില, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ ആ ഒരു എന്തുവാ പറയുന്നത്, ഒരു പച്ചമണം പോലത്തെ സംഭവമില്ല, അതെല്ലാം മാറിക്കിട്ടണം. അതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. നീട്ടി ഒഴിക്കേണ്ട, ഒരുപാട് നമുക്ക് പറ്റി വേണമല്ലോ കിട്ടാൻ ബിരിയാണിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കിടന്ന വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇടുക. അതിലിരുന്ന ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ചിക്കൻ കാണുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടോ എന്ന്. കുറച്ച് വെള്ളം നിൽക്കുന്ന രീതി വേണം വേവിക്കാൻ. ഞാൻ കുറച്ച് സമയം അത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അതിലേക്ക് ചോറ് കുടഞ്ഞിടുക. ചോറ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് ആണ് അരി വേവിച്ചെടുത്തിരിക്കുന്നത്. അത് ടോപ്പിലായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്തതും, സവാള അരമുറി മാറ്റി വെച്ചിരുന്നത് വറുത്തതും, മല്ലിയിലയും കറിവേപ്പിലയും, മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചോറിൻ്റെ ടോപ്പിൽ ഒഴിക്കുന്നുണ്ട്. അതും എല്ലാം ഒഴിച്ച് അരമണിക്കൂർ ദം ചെയ്യാൻ വെക്കുക. ദം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരമണിക്കൂർ ദം ചെയ്ത് അരമണിക്കൂറോടെ വെച്ചിട്ട് വേണം ചോറ് ഓപ്പൺ ചെയ്ത് നോക്കാൻ. ഇപ്പം തന്നെ ഒന്നിലൊന്നിൽ തൊടാതെ കുഴഞ്ഞു പോകാതെ നല്ല കറക്റ്റ് പരുവത്തിൽ ചോറ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് എൻ്റെ ബിരിയാണി. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കും. അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബായ്.